ഇരിക്കുവായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു വണ്ടിയിൽ ആക്സിഡന്റ് ആയതോ? ആക്സിഡന്റ് അല്ല, ഇറങ്ങിയ സമയത്ത് വണ്ടി കൈ ഒന്ന് ഇടിച്ചു. പൊട്ടലോ ചതവോ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ? പൊട്ടലൊന്നുമില്ല, ഇല്ല. വേദന. എന്നാലും നമുക്ക് ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ജോലിയിൽ ഇച്ചിരി ബുദ്ധിമുട്ടായി. അത് കാരണം വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോൾ ഹസ്ബൻഡ് എനിക്ക് ഇട്ട് തന്നു. ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അന്നേരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഞാനും വൈഫും കൂടി ഇന്നൊരു യാത്രയിലാണ്. ഞങ്ങൾക്ക് 1-2 സ്ഥലത്ത് പോകണം. ആദ്യം കോന്നി പോകണം, അത് കഴിഞ്ഞിട്ട് പത്തനംതിട്ട, പിന്നെ തിരുവല്ല, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. പക്ഷേങ്കിൽ കോന്നി വന്നു കഴിഞ്ഞപ്പോൾ വിചാരിച്ചു എന്നാൽ ആദ്യം തിരുവല്ലയിൽ പോയിട്ട് തിരിച്ചു വരാം, വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ നമ്മൾ തിരുവല്ലയിലോട്ട് പോകണം. തിരുവല്ലയിൽ പോകുന്ന വഴിക്ക് വേണ്ട, അതായത് പത്തനംതിട്ടയും കോഴഞ്ചേരിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരുവല്ലയിലോട്ട് കയറുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് വേണ്ട അതിമനോഹരമായിട്ടുള്ളൊരു വയലുണ്ട് കേട്ടോ. വയൽ വേണേൽ പാടമെന്നൊക്കെ പറയാം. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ അടുത്ത് തിരുവല്ലയിലേക്ക് കിടക്കുന്നവർക്കൊക്കെ ഏകദേശമൊക്കെ അറിയാവുന്ന സ്ഥലം തന്നെയാണ്. അടിപൊളി ഒരു പ്ലേസാണ് കേട്ടോ. നല്ല വ്യൂസും കാര്യങ്ങളൊക്കെയാണ്. ആ വയലിൻ്റെ സൈഡിലായിട്ട് തന്നെ ചെറിയൊരു കടയുണ്ട് കേട്ടോ. അന്നേരം ആ കടയിലോട്ട് നമുക്ക് പോകാം. ആ കടയിൽ എന്തൊക്കെയാണ് കഴിക്കാനുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ ബിസിനസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെല്ലാം പോയെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അങ്ങനെ വേണ്ട ഞാനും വൈഫും കൂടെ നേരെ കടയിലോട്ട് പോയി. കടയിൽ ചെന്നപ്പോൾ വേണ്ട അവിടെ ഒരു ചേച്ചിയാണ് കേട്ടോ. ചേച്ചി എന്തോ തിരക്കിലൊക്കെയാണ്. അന്നേരം നമുക്കിനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് എന്തായാലും ചേച്ചിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ചേച്ചി നമസ്കാരം. ചേച്ചിയുടെ പേരെന്താണ്? എൻ്റെ പേര് സൗമ്യ രതീഷ്. സൗമ്യ രതീഷ്. ഓക്കെ. എത്ര നാളെ കടയൊക്കെ തുടങ്ങിയിട്ട്? ഞങ്ങളിപ്പം 6 മാസം. 6 മാസം അല്ലേ? ഇതിപ്പോൾ ഏതാണ് റൂട്ട്? ഏതാണ് ഇതിപ്പം? എങ്ങോട്ട്? ഇത് കവിയൂരാണല്ലേ? അത് ശരി. കവിയൂർ ഇതിപ്പോൾ എങ്ങോട്ട് പോകുന്ന റോഡാണ്? കവിയൂർ തിരുവല്ല റോഡാണല്ലേ? സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാണ്? സ്പെഷ്യൽ ഇപ്പം ഞങ്ങൾ നാരങ്ങ വെള്ളം മാത്രമേ ഉള്ളൂ. ഈ സീസൺ ആയതുകൊണ്ട് നാരങ്ങ വെള്ളം മാത്രമേ ഉള്ളൂ. വേനൽക്കാലത്ത് സംഭാരം, അങ്ങനെ വെറൈറ്റി ഐറ്റംസ്. അപ്പോൾ ചൂട് സമയത്ത് വേറെ ഐറ്റംസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പം മഴ സമയമുണ്ട്, ഇപ്പം നാരങ്ങ വെള്ളം മാത്രമേ ഉള്ളൂ. അത് ശരി. പിന്നെ നെല്ലിക്ക അച്ചാറാണ്. എന്താണത്? ഉപ്പിലിട്ടത്. അത് നമ്മൾ വെള്ളമാക്കി കൊടുക്കുവാണോ? കാണാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ആണല്ലോ. അപ്പോൾ രാത്രി പിന്നെ സന്ധ്യ സമയത്തൊക്കെയാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ വരുന്നത്. 3 മണി തൊട്ട് അല്ലേ? ഇതെന്താണ് സംഭവം? പൂ എന്താണ് ഇത്? ആമ്പലല്ല അല്ലല്ല, വേറെ എന്തോ ടൈപ്പ്, ചെറിയ ടൈപ്പ് പൂവൊക്കെയാണ്. അപ്പൊ സഹായത്തിന് ആരും ഇല്ലേ? ഹസ്ബൻഡ് ഉണ്ട്. ഓക്കെ. ഹസ്ബൻഡ് ഇന്ന് വന്നില്ലേ? ഓട്ടോ ഓടിക്കണല്ലേ? പകലിവിടെ വന്നിരിക്കുക. അത് ശരി. നെല്ലിക്ക ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലേ? നാരങ്ങ വെള്ളം, നെല്ലിക്ക, മോരമ്പുള്ളൊക്കെ ഉണ്ടോ? മോരമ്പുള്ളാരും കുടിക്കത്തില്ല. ഓക്കെ. ഇവിടെ തന്നെയാണ് വീട്? എന്തൊക്കെയുണ്ട് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ? അതോ അത് ശരി. എങ്ങനെ പോകുന്നു കച്ചവടമൊക്കെ? കുഴപ്പമില്ല, നല്ല കച്ചവടമൊക്കെ ഉണ്ട്. എത്ര മണി തൊട്ടാണ് തുടങ്ങുന്നത് ഇവിടെ? 10 മണി തൊട്ട് 6 മണി വരെ അല്ലേ? ഇവിടെ നല്ല സ്ഥലങ്ങളൊക്കെ ആണല്ലോ. ഇതെന്താണ് വയൽ? ഇത് നെൽകൃഷി ഉണ്ടോ? ഇല്ലല്ലോ. ഇപ്പം അല്ലല്ലേ? എല്ലാ ദിവസവും ഉണ്ടല്ലേ കച്ചവടം അല്ലേ? അതോ ഞായറാഴ്ച ദിവസം ഉണ്ടോ? അത് ശരി. ആണോ? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഞാൻ, ഹസ്ബൻഡ്, അമ്മ, 3 പിള്ളേരല്ലേ? ഓക്കെ. അന്നേരം നമ്മളിപ്പം കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് തിരുവല്ല കവിയൂരാണ് കേട്ടോ. കവിയൂരാണ് ഈ അതിമനോഹരമായിട്ടുള്ളൊരു വയലും, അതുപോലെ തന്നെ ആ വയലിനോട് ചേർന്നുണ്ട് ഒരു കൊച്ചു കടയുള്ളത്. ചേച്ചിയുടെ കടയിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മഴ സമയമായതുകൊണ്ട് ഇപ്പം നാരങ്ങ വെള്ളം മാത്രമേ ഇപ്പം കച്ചവടമുള്ളൂ. നാരങ്ങ വെള്ളം, അതുപോലെ തന്നെ ചെറിയ തോതിലുള്ള ബിസ്ക്കറ്റ് ഐറ്റംസും മുട്ടായും അതുപോലുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. പക്ഷേ ചൂട് സമയത്തെന്ന് പറഞ്ഞാൽ മോരും വെള്ളവും അതുപോലെ തന്നെ എല്ലാ വെറൈറ്റി ഐറ്റംസും എല്ലാം നമുക്കിവിടെ കിട്ടും. ഈ കട ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് 6 മാസമായിട്ടേ ഉള്ളൂ. ചേച്ചിക്ക് നേരത്തെ ബ്യൂട്ടീഷ്യൻ ജോലിയായിരുന്നു. ജോലിക്ക് പോകുന്ന വഴിക്ക് ബസ്സിൽ വെച്ച് കൈ ഇടിച്ച് പിന്നീട് ആ ജോലിക്ക് പോകാൻ പറ്റാതെയായി. ആ ഒരു സമയത്താണ് ചേച്ചിയുടെ ഹസ്ബൻഡ് ചേച്ചിക്ക് ഇട്ടുകൊടുത്ത കടയാണിത്. ചേച്ചിയും അതുപോലെ ചേച്ചിയുടെ ഹസ്ബൻഡ് ചേർന്നിട്ടാണ് ഈ കട നടത്തുന്നത്. അതുപോലെ തന്നെ ഈ സ്ഥലം എന്ന് പറയുന്നത് നല്ല അടിപൊളി വ്യൂസ് ആണ് കേട്ടോ. നല്ല കിഡ് ആംബിയൻസ് ആണ്. റോഡിൻ്റെ 2 സൈഡിലും വയൽ. ആ വയലിലാണെങ്കിൽ ചെറിയ പായലും അതുപോലെ തന്നെ കുറച്ച് പൂക്കളും എല്ലാം കൊണ്ടും നല്ല അടിപൊളി ഒരു പ്ലേസാണ്. ഇവിടുത്തെ മനോഹാരിത നമ്മൾ കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മളൊരു ഈവനിങ് ടൈമിൽ വരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഞാനിപ്പോൾ ഒരു ഉച്ച ടൈമിലാണ് വന്നത്, അതുകൊണ്ട് തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. ഈവനിങ് ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്കൊരു പ്രത്യേക ഒരു വൈബായിരിക്കും നമുക്ക്. അന്നേരം നമ്മളിൽ ആരെങ്കിലും ഈ വഴി വരുന്നവരാണെങ്കിൽ ദയവ് ചെയ്തിട്ട് ഈ സൈഡിലോട്ടൊന്ന് വണ്ടി നിർത്തുക. മനോഹരമായിട്ടുള്ള കാഴ്ചയും കാണാം. അതുപോലെ തന്നെ ആ കടയിൽ കയറിയിട്ട് നാരങ്ങ മുരമുള്ളോ എന്തെങ്കിലും നമ്മളത് മേടിച്ചു കഴിഞ്ഞാൽ അത് അവർക്കും ആ ഒരു കുടുംബത്തിനും ഒരു പ്രയോജനമാവും. സ്ഥലം ഞാൻ ഒന്നുകൂടെ പറയാം. ഇത് കവിയൂരാണ്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ, ആ ഒരു റൂട്ടാണ് കേട്ടോ. നമ്മൾ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ പോകുന്ന മെയിൻ റോഡാണിത്.
അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും രണ്ടാമത് ഒന്നുകൂടി നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ആദ്യം വന്ന ഉടനെ തന്നെ കുടിച്ചായിരുന്നു. കുടിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് ജസ്റ്റ് കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ യാത്രയൊക്കെ പോകുമ്പോഴാണെങ്കിൽ പണ്ടത്തെ ഒരു ഫീലിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ മാടക്കടകളൊക്കെ ഇല്ലേ, പണ്ടത്തെ ചെറിയ മാടമൊക്കെ, അങ്ങനെയുള്ള കട, അതുപോലെ തന്നെ ഇതുപോലത്തെ കടകളൊക്കെ ഈ വയലിൻ്റെ സൈഡിലും, അതുപോലെ തന്നെ എന്ത് പറഞ്ഞാൽ വലിയ ഇതൊന്നും ഇല്ലാത്ത ഒരു ചെറിയൊരു രീതിയിലൊക്കെയുള്ള അവിടെയൊക്കെ കയറി നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ വെള്ളമൊക്കെ മേടിച്ച് കുടിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക നെസ്റ്റാളജിയാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു വൈബാണ്. നമുക്കൊരു പഴയകാല ഫീലിങ്സിലോട്ട് നമ്മൾ പോകും. അങ്ങനെ വേണ്ട നല്ലപോലെ എരിവൊക്കെ ഇട്ട് നല്ല രീതിക്ക് ഇടാം. നല്ല അടിപൊളി കാന്താരി മുളകായിരുന്നു കേട്ടോ. കാന്താരി മുളകൊക്കെ അരച്ച് നല്ല രീതിക്ക് എരിവൊക്കെ ഇട്ട് നല്ല കിട്ടു നാരങ്ങ വെള്ളമായിരുന്നു കേട്ടോ. അങ്ങനെ വേണ്ട അവിടുന്ന് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് വീണ്ടും തിരിച്ച് പത്തനംതിട്ടയിലോട്ട് യാത്രയായി കേട്ടോ. പത്തനംതിട്ടയിലോട്ട് വരുന്ന വഴിക്കാണ് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണുന്നത് കേട്ടോ. അതിമനോഹരമായിട്ടുള്ള ചന്തയാണ് കേട്ടോ. ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാനൊക്കെ കൊണ്ടൊക്കെ. നമ്മൾ തറയിലൊക്കെ ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ച് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ വിചാരിച്ച് എൻ്റെ ഒരു കസിൻ ഇവിടെ ഉണ്ട് കേട്ടോ. തിരുവല്ലയിൽ തന്നെ മനക്കച്ചിറ എന്നാണ് സ്ഥലം. വള്ളംകുളം എന്നൊക്കെ വേണമെങ്കിൽ വേണമെങ്കിൽ എന്നാൽ പിന്നെ അങ്ങോട്ടൊന്ന് കയറിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ മനക്കച്ചിറ പാലമാണിത്. എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ഒരു പ്രത്യേക രസമാണ് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ മനക്കച്ചിറ പാലമൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് മലനട ക്ഷേത്രം എന്ന് പറയും കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ മലനട ക്ഷേത്രമൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ കസിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ കുറേ നേരം സമയമൊക്കെ ചിലവഴിച്ചു. അതിനുശേഷം തിരിച്ച് പത്തനംതിട്ടയിലോട്ട് വന്നു. പത്തനംതിട്ടയിൽ വന്നപ്പോൾ ചെറിയൊരു പാർക്കൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം പാർക്കിലൊക്കെ കയറിയിരുന്നു. അതിനുശേഷം നേരെ വീട്ടിലോട്ട് പോന്നു. അന്നേരം ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. അന്നേരം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അന്നേരം എല്ലാവർക്കും ബൈ ബൈ, സി യു.